സുബൈർ മൗലവി പറയുന്നത് എന്താണെന്നറിയോ? അയാളടുത്തേക്ക് ഒരാൾ വന്നിട്ട് അയാളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ ഒരു കുരിശിങ്ങനെ പ്രത്യക്ഷപ്പെടുക. പടച്ചോനെ, നിസ്കരിക്കാൻ നിന്നാൽ ഭയങ്കര പ്രയാസം, ഇതിങ്ങനെ മുന്നിൽ വന്നു നിന്നിട്ട് ഭയങ്കര എടുക്കുക. അപ്പൊ നമ്മുടെ സുബൈർ മൗലവിയോട് ചെന്നിട്ട് പറഞ്ഞു, ഒപ്പരൊക്കെ കാണാൻ മൗലവിയോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട്. അപ്പൊ മൗലവി പറഞ്ഞു ഒരു മന്ത്രിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, കാരണം അത് ചുരുക്കല്ലേ. ഉപരി പറഞ്ഞു നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അയാൾ പോയിട്ട് പിന്നെയും വന്ന് ഇതൊന്നും കാര്യം കിട്ടില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യം കിട്ടില്ലല്ലോ. അങ്ങനെ ഇയാൾ പറയാണ് ഞാനൊരൽപ്പം വെള്ളം എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഓതി അയാളെ ശരീരത്തിലേക്ക് അങ്ങ് തെളിച്ചപ്പോ പിന്നെ ആ കുഴപ്പം അയാൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. മനസ്സിലായോ? വെള്ളം മന്ത്രിച്ചേ രോഗിന്റെ പേരാൻ കുറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലാന്ന്. നേരത്തെ ഉണ്ടായിരുന്ന ആ രോഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ചികിത്സ കൊണ്ടങ്ങ് മാറ്റിക്കൊടുക്കുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു കൊടുത്ത സ്ഥാനാണ്, അയാൾ അനുഭവസ്ഥനാണ്, മുജാഹിദിന്റെ നേതാവാണ് ഈ പറയുന്നത്. അതേസമയം മുമ്പ് എഴുതി വെച്ചത്, നേരത്തെ പറഞ്ഞത് തന്ത്രം, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതോ മറ്റു പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മന്ത്രം എന്ന് പറയുന്നത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്ന് പരസ്യമായി എഴുതി വെക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോ. എന്റെ അടുത്ത് മതം മാറി വന്ന ചില ആളുകൾ വന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു സുഹൃത്ത് പറഞ്ഞത് പുള്ളി നമസ്കരിക്കാൻ നിന്നാൽ യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കുന്നതാണ്. യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കും, എത്ര കാണിച്ചാലും അത് പോവില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, എന്നാൽ ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹൂന്ന് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയത് മനസ്സിൽ കണ്ട അതിന്റെ മുന്നിൽ നമസ്കരിക്കാന്ന് വിചാരിച്ചു. എന്നാലും ഇതങ്ങൾ പോയിരുന്നു, അപ്പോൾ ഇത് പോവില്ല. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടക്കി വെച്ചു. വീണ്ടും അദ്ദേഹം വന്നിട്ട് സാർ എന്തായാലും പോകുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മാർഗത്തിൽ അത് കളയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തളിക്കുകയും ചെയ്തു. അപ്പൊ ഈ രൂപ പ്രത്യക്ഷമായി, പിന്നെ രൂപം വന്നിട്ടില്ല എന്നാണ്. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ നടത്തി അനുഭവിച്ച മൗലവിയാ പറയുന്നത്. എന്നാ മറ്റേ മൗലവിന്റെ പറഞ്ഞു ആ മന്ത്രല്ലേ അത് തന്ത്രാണ്. ഈ നിലക്ക് വൈരുദ്ധ്യം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ആശയ വൈകല്യം സൃഷ്ടിച്ച് മനുഷ്യരുടെ ഈമാൻ നശിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിൽപ്പെട്ട ഒരു ഭാഗമായിരുന്നു നമ്മൾ മുമ്പ് കാലത്ത് പറഞ്ഞിരുന്നല്ലോ. നമ്മൾ പ്രായമുള്ള ഉപ്പമാരൊക്കെ പറയും എന്ത് പറയും, മഗ്‌രിബ് ബാങ്ക് കൊടുത്താല് പുറത്ത് കറങ്ങരുത് പറയും. എന്തിനു വേണ്ടിയാ പറയുന്നത്? കാരണം പിശാചുക്കൾ രംഗപ്രവേശനം ചെയ്യുന്ന സമയമാണ്. അപ്പൊ കുട്ടികൾക്ക് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രത്യേകം റൂമിൽ തന്നെ നിർത്തും, കഥകൊക്കെ അടക്കും. ഇതായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ പഴയ കാലത്ത് ആ ഒരു ആചാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നത് അതെങ്ങനെയെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇദാകാന ജുനുഹുൽ ലൈലി, രാത്രിയായാൽ ഔ അംസൈതും, അല്ലെങ്കിൽ വൈകുന്നേരമായാൽ, രണ്ടാലും റിപ്പോർട്ടാണ് ഉള്ളത്. ഫകുഫു സിബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. കാരണം ആ സമയത്ത് പിശാച് രംഗപ്രവേശനം ചെയ്യുന്ന സമയമാണ്. കുട്ടികൾക്ക് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞപ്പോ അവർ പറഞ്ഞു അതൊക്കെ മുമ്പ് നമ്മളെ വല്യമാര് പറഞ്ഞിരുന്ന ഖുറാഫാത്താണ്, അതൊരിക്കലും ശരിയല്ലാതെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു പിശാചുണ്ട്, അത് മൂക്കട്ടൊന്നല്ല, അത് സംഗതി യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞപ്പോ ഈ അടുത്ത കാലത്ത് ഒരു വിഭാഗം സമ്മതിച്ചല്ലോ. സമ്മതിച്ച ആളുകളിൽപ്പെട്ട രണ്ട് മൗലവിമാരുടെ പ്രസംഗം കൂടെ കേൾക്കാൻ പോവുകയാണ്. ഒന്ന് ശംസുദ്ദീൻ പാലത്താട്, മറ്റൊന്ന് ഹാരിസ് ബിൻ സലീമാണ്. മഗ്‌രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതാണ്. ചെറിയ കുട്ടികളെ മഗ്‌രിബായ പുറത്തു വിടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്‌രിബാകുമ്പോക്കിന് മഗ്‌രിബായ കണ്ടോ വേഗം കയറിക്കാനേ അകത്തേക്ക് എന്ന് പറയും. ഇപ്പൊ അറിയില്ല എന്താ മഗ്‌രിബായ പ്രശ്നം. ലേറ്റൊക്കെ അല്ലേ പിശാചുക്കൾ ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണത്. ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടിയിരിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ആ കുട്ടനന്മാരോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേത് തുടങ്ങിയെന്ന് വെച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്‌രിബിക്ക് വാങ്ങിക്കൊടുത്ത് ഒതുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് ഇവന് വല്ലാത്ത ഉള്ളാക്കിട്ട്, അങ്ങനെ വരുമ്പോൾ നാട്ടിൽ പറയാം, തൊള്ളട്ട് ഒച്ചിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇവന് സുഖമല്ല, ഞങ്ങൾ അവനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. സന്ധ്യാസമയം വന്നാൽ ഇതാക്കാന ജുനുഹുല്ലൈലി ഔ അംസൈതും ഫകുഫു സിബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കുക. ഇതൊന്നും ഉമ്മാമ്മമാര് പറയുന്ന അന്ധവിശ്വാസമല്ല, അള്ളാന്റെ റസൂൽ വഹി അനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ഞങ്ങൾ കേൾപ്പിക്കുന്നത്. ഇതിനെ പുച്ഛത്തോട് കൂടി തള്ളുന്ന ആൾക്കാരുണ്ട്. സന്ധ്യ ആയാലും ഒന്ന് വാതിലടക്കാൻ, പകൽ തുറന്നിരുന്ന മാതിരി സന്ധ്യാസമയത്ത് വാതിൽ തുറന്നിടരുത്. രണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത്. വൈകുന്നേരം ശൈത്താന്റെ വിളയാട്ടുണ്ടാവും, പിശാച്
പ്രത്യക്ഷമായി ബാധിക്കാനും അവരെ സ്വാധീനിക്കാനും ഇടവരും. തിരിഞ്ഞില്ലേ? ഇതൊക്കെ മുമ്പുള്ള ഉമ്മാമാര് പറഞ്ഞ അന്ധവിശ്വാസമല്ല, അള്ളാഹുവിന്റെ റസൂൽ വഹി അനുസരിച്ച് പറഞ്ഞതാ, ബുഖാരിയിലും മുസ്ലിമിലുള്ളതാ. മനസ്സിലായോ? അതിപ്പോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത അതിലുണ്ടത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിരുന്ന ആളാ. ഒരു വിഭാഗം ഇതിന് ഇപ്പോഴുമുണ്ട് പുച്ഛത്തിൽ തള്ളുന്നവർ പറഞ്ഞില്ലേ, സ്വന്തം തന്നെ അല്ലാതാരാ, മറ്റാളെ മേത്തിക്കിടുകയാണ്. ആരാണത്? അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ആരായിരുന്നു? ഈ അടുത്താണ് അത് തിരിച്ചേണ്ടി വന്നത്. പക്ഷേ ഒരു വിഭാഗം ഇപ്പോഴും തിരിച്ചിട്ടില്ല, മടവൂർ വിഭാഗം. അവരും കൂടെ തിരിച്ചാനുണ്ട്. അവർ തമ്മിലിപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാചുണ്ടോ, അത് മൂക്കട്ടയാണോ, അതോ കൊതുകാണോ, അല്ല മറ്റതന്നെയാണോ എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുക. ഏതായിരിക്കട്ടെ, ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരു കളവ്. നേരത്തെ വന്ന ഇയാൾ വരട്ടെ, ആര്? നമ്മളെ താജുദ്ദീൻ സ്വലാഹി. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ സാധാരണ ചെയ്തു വന്നിരുന്ന ഒരു കർമാണല്ലോ തറാവീഹ് നിസ്കാരം. അതെത്രയാണ്? 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം. ആ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് നേതൃത്വം കൊടുത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിസ്കരിപ്പിക്കുകയും ചെയ്തത് സ്വഹീഹായ ഹദീസുകളിൽ വന്ന സത്യമാണ്. ഈ ഒരു കാര്യം അയാള് പരിഹസിക്കുകയും അതോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾ ചെയ്തത് തെളിവല്ല, അഥവാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തുള്ളത് ആരാണ്? സ്വഹാബികളാണ്. ആ സ്വഹാബികൾ ചെയ്തത് തെളിവല്ല എന്ന് പരസ്യമായി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നു എന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെയില്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. ഓ, മൂപ്പര വീട്ടിലേക്ക് നോക്കാനായിരിക്കും. കൊള്ളാം, അത് കൊള്ളാം. മക്കത്തേക്ക്, കാരണം മക്കത്ത് പോകാത്ത ആളുകളിലെ പഴയ കാലത്ത് പോലല്ലോ. മക്കത്ത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ജനങ്ങളൊക്കെ മക്കത്ത് പോകാൻ തുടങ്ങി. അവിടെ 20 റക്അത്ത് തറാവീഹും മദീനത്തും 20 റക്അത്ത് ജുമാഅക്ക് മുമ്പ് 2 ഭാഗം 2 സ്ഥലങ്ങളിലും. ഇതൊക്കെ ജനങ്ങൾ നേരെ കണ്ടു മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് പ്രചരിപ്പിച്ച സ്ഥലത്ത് പല വിഷയങ്ങളും ഇന്നും നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ഉള്ള സർവ്വ ഹദീസുകളും ലഈഫാണ് എന്ന് ഇയാള് ഇത്ര വ്യക്തമായി പറയണമെങ്കിൽ എത്ര ഹദീസാണ് അയാൾ പരിശോധിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് ബിഇസ്നാദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദോട് കൂടിയിട്ടാണ് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്നത്. ആരത്തൊട്ട്? അനിസ്സാഇബ് ഇബ്നു യസീദ് സ്വഹാബി റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ സാഇബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ ഖാല, ബഹുമാനപ്പെട്ടവർ പറയാണ്, കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന ബിഇശ്രീന റക്അ. റമളാനിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ സ്വഹാബികൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് സ്വഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബൈഹഖി തങ്ങൾ രേഖപ്പെടുത്തുന്നു. അത് സ്വഹീഹായ പരമ്പരയിലൂടെ വന്നതാണെന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ട് കള്ളം പറഞ്ഞില്ലേ ഇയാള്? ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. നുണയന്മാരെ നിങ്ങളെ ഞങ്ങൾ വിടൂല, എന്തിനീ കളവ് പറയണം? ഈ കളവ് പറയുന്ന പരിപാടി നിർത്തണം. എന്നാലേ ഒരുപാട് വിഷയങ്ങളിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. ഞാൻ പറയേണ്ട അവരെ കൊണ്ടെന്ന് പറയിപ്പിക്കാം. ഹുസൈൻ സലഫി വരട്ടെ, എന്നിട്ട് അയാളൊന്ന് പറയട്ടെ ഇതിന് പരിഹാരം. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. തീരാതിരിക്കും, കുറെ തീരുന്ന മൂപ്പർ പറഞ്ഞത്. എന്നാലും കുറച്ചെങ്കിലും തീരട്ടെ, എന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവുന്ന പറയുന്നത് ഇരിക്കട്ടെ. എന്നാലും ഈ കളവ് പറയുന്ന സ്വഭാവം നിർത്തണം. പച്ചക്കള്ളമാണ് ഇമാമിങ്ങളുടെ പേരിൽ പറഞ്ഞത്, സ്വഹീഹായ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞതോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ
ജനങ്ങൾ ചെയ്താൽ അത് തെളിവല്ലെന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണം നടത്തുന്ന കാലത്ത് ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ ആചാരം സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ വെച്ചോ അതിന്റെ പരിസരങ്ങളിൽ വെച്ചോ ചെയ്യുക എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയോ? ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? നമ്മൾ പഠിക്കണം. അതറിയാത്തവരുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ തെറ്റ് കണ്ടാൽ അവനിക്കെതിരെ ചാടി നടപടിയെടുക്കാൻ തയ്യാറുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, വളരെ സൂക്ഷ്മതയുടെ ജീവിതം നടത്തിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, അദ്ദേഹം സുബ്ഹിക്ക് ഇമാമായി നിസ്കരിക്കുന്ന സമയത്താണല്ലോ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മനുഷ്യൻ കടാരയുമായി വന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മിഹ്റാബിൽ വെച്ച് ആറോളം കുത്തങ്ങൾ കുത്തുകയാണ്. അവസാനത്തെ കുത്ത് അടിപ്പള്ളയ്ക്ക് വന്നാ വീഴുന്നത്. ആ കുത്തോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൽക്കണം വീണുപോയി. വീണ സമയത്ത് സ്വഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് സ്വഹാബത്തിനോട് പറയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ജനങ്ങൾക്ക് സുബ്ഹിക്ക് ഇമാമത്ത് നിൽക്കൂ. വീണ സമയത്ത് എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ചികിത്സിക്കൂ എന്നല്ല. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സൂക്ഷ്മതയാണ്, തന്റെ ഭരണത്തിലെ സൂക്ഷ്മതയാണ്. ആ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി മുന്തിരിയുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അടിപ്പള്ളയുടെ ദ്വാരത്തിലൂടെ മുഴുവനും പുറത്തേക്ക് വരുന്നു. മരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ഷഹീദാകുമെന്ന് നേരത്തെ ഉഹദ് പർവ്വതത്തിൽ വെച്ച് റസൂലുള്ള പ്രഖ്യാപിച്ചതാണ്. ആ വിശ്വാസമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറയാണ്, മോനെ അബ്ദുല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടക്കുന്ന ആയിഷയുടെ മുറിയിൽ ഒരാൾക്കും കൂടെ കിടക്കാൻ ഒരു സീറ്റുണ്ടല്ലോ. അത് പ്രിയപ്പെട്ട ആയിഷ ബീവി തനിക്ക് വേണ്ടി എടുത്തു വെച്ച സീറ്റാണ്. പക്ഷേ ഈ സമയത്ത് അത് ഉമറിന് തരുമോ? ഒന്ന് ചോദിക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് റസൂൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കാണ്. കൂട്ടത്തിൽ വിളിച്ചിട്ട് പറയാണ്, മോനെ അബ്ദുല്ലാ, പറയുന്ന ഒരു കാര്യം ചിന്തിക്കണം. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചെന്ന് പറയല്ല, ഉമർ ചോദിച്ചെന്ന് പറയണം. കാരണം ഈ സമയത്ത് മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയല്ല. കാരണം കുത്ത് കിട്ടിയ സമയത്ത് ജനങ്ങളെ ഭരിക്കാൻ കഴിയോ? ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയോ? അതുകൊണ്ട് നേരത്തെയുള്ള ആ ടൈറ്റിൽ ഇപ്പോൾ നീ ഉപയോഗിക്കല്ല. നോക്ക്, നിങ്ങൾ സൂക്ഷ്മതയുടെ പ്രതീകമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് തന്റെ പ്രജകളുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് ഉറക്കമൊഴിച്ചുകൊണ്ട്. എന്തൊരു സൂക്ഷ്മതയാണ്! കാരണം ആഖിറത്തിൽ എന്റെ ഭരണത്തിന്റെ കീഴിൽ എന്റെ പ്രജകൾ വല്ല പ്രശ്നങ്ങളും അനുഭവിക്കുമോ എന്ന പേടിയാണ്. അതിൽ അല്ലാഹു ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി കൊടുക്കുമെന്നതിലുള്ള പേടിയാണ്. ആ പേടിയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ പ്രജകൾ മുഴുവനും 20 റക്അത്ത് ഇസ്ലാമിലില്ലാത്ത ഒരു തറാവീഹ് നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് മിണ്ടാതിരുന്നെന്നാണോ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല, കണ്ടിട്ട് മിണ്ടാതിരുന്നു എന്നാ പറയുന്നത്. അതെങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം പഠിച്ചവർക്കറിയില്ലേ അങ്ങനെ താണല്ലെന്ന്? എന്നാൽ ഇനി ഞാൻ പറയട്ടെ, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. നേതാവിന്റെ ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യ തന്റെ ഫതാവയിൽ പറയുന്നു, സബത അന്ന ഉബയ്യ ഇബ്നു കഅബ് കാന യഖൂമു ബിന്നാസി 20 റകഅതൻ ഫീ റമളാന. ഉബയ്യ ഇബ്നു കഅബ് തങ്ങൾ റമളാനിൽ 20 റകഅത്ത് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന ആളായിരുന്നു. വയൂതിറു ബിസലാസ്, 3 റകഅത്ത് വിത്റും നിസ്കരിക്കുന്ന ആളായിരുന്നു. ഫറഅ കസീറുൻ മിനൽ ഉലമാഇ അന്ന ദാലിക ഹുവ സുന്ന, അത്
അത് തന്നെയാണ് സുന്നത്തെന്ന് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ട്? ലിഅന്നഹു ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ ഖാമ ജനങ്ങൾക്ക് ഇമാമായിരുന്നു ബൈനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാരികളുമായ സ്വഹാബികൾക്കിടയിലാണ് 20 റക്അത്തിനും 3 റക്അത്ത് വിത്റിനും ഇമാമായി ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ നിന്നത്. വലം യുൻകിറുഹു മുൻകിറുൻ, ഒരാളും ആ വിഷയം വിമർശിച്ചില്ല. ഇത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാ ഇബ്നു തൈമിയ്യ പറയുന്നത്. ഇനി നോക്കി, നിങ്ങളുടെ സ്ഥാപക നേതാവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആള്. അയാളോട് ചോദ്യം, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണെന്നാ ചോദിക്കുന്നത്. അയാൾ പറയുന്നു, അന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ലമ്മാ ജമഅ അന്നാസ് അലാ ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ കാനത്ത് സ്വലാത്തുഹും 20 റക്അ, അവരുടെ നിസ്കാരം 20 റക്അത്ത് തന്നെ. എന്നാൽ നിങ്ങൾ നോക്ക്, ഈ ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് അലി സാബൂൻ മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചററാണ്. ആ നാട്ടുകാരനാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയാണ്. ഇയാൾ പറയുന്നത് നോക്ക്, ഖുദ്വത്തുനാ നഹ്നുൽ മുസ്ലിമീൻ അൽ ഹറമാനി ശരീഫാൻ, നമ്മുടെ മാതൃക, നാം അവലംബമാക്കുന്നത് പരിശുദ്ധ മക്കയിലെയും മദീനയിലെയും 2 ഹറമുകളാണ്. എന്നാൽ അവിടെ എത്രയാണ് തറാവീഹ് നിസ്കാരം? ഫകം തുഅദ്ദ ഫീഹിമാ സ്വലാത്തു തറാവീഹ് മിൻ അഹദി സ്വഹാബത്തി ഇലാ സമനിനാ ഹാദാ, അവിടെ നമ്മുടെ സഹാബത്തിന്റെ കാലം മുതൽക്ക് നമ്മുടെ കാലം വരെ എത്രയാണ് തറാവീഹ് നിസ്കാരം നിർവഹിക്കപ്പെടുന്നത്? അലൈസതു തുഅദ്ദ ഫീഹിമ സ്വലാത്തു 20 റക്അ, അവിടെ 20 റക്അത്തല്ലേ തറാവീഹ് നിർവഹിക്കപ്പെടുന്നത്. ഇനി നോക്ക് നിങ്ങൾ, ഈ നിലയ്ക്ക് കളവ് പറയുന്ന മൗലവിമാർ എങ്ങനെ ഇസ്ലാമിലുള്ള നിയമം വെട്ടിച്ചുരുക്കിയാൽ അത് അംഗീകരിക്കാൻ കഴിയും? ഇത് പറഞ്ഞപ്പോ അവർക്ക് നമ്മളെ വിമർശിക്കാൻ ഒരു പഴുതുണ്ടായില്ല. ആ പഴുതുണ്ടാവാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്നറിയോ? ഒരുപാട് അനാചാരങ്ങൾ കാണിക്കാൻ തുടങ്ങി ജനങ്ങൾ മുമ്പിൽ. കാരണം ഇനി ഖുർആനും സുന്നത്തൊന്നും പറഞ്ഞാൽ ഇവർ മുമ്പിൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനാചാരങ്ങൾ കാണിക്കണമെന്ന അവർ കാണിച്ച നല്ല രസകരമായ ഒരു അനാചാരം ഉണ്ട്, ഞാൻ കാണിക്കും. അതിനു മുമ്പൊരു വിഷയം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൗലിദാഘോഷമുണ്ടല്ലോ, ഇവിടെ പ്രത്യേകം പരാമർശിച്ച വിഷയമാണ്. നമ്മൾ പഴയ കാലത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം. ആ മൗലിദാഘോഷത്തെ പരസ്യമായി വിമർശിക്കുകയും അതൊരിക്കലും ശരിയല്ല, അങ്ങനെ നടത്തുന്നത് അത് ബിദ്അത്താണ്, ഹറാമാണ്, ആ ഒരു ഭാഗം നിട്ടു. എന്നിട്ട് പെട്ടെന്ന് വായിച്ചിട്ട് മൂപ്പര് മറുപടി പറഞ്ഞിട്ട് വേഗം പോവുകയാണ്. ഇതാണ് ഞങ്ങൾ കയ്യിലുള്ള മറുപടി എന്ന് പറഞ്ഞ് വേഗം പോവുകയാണ്. കേട്ടോ, ഇങ്ങനത്തെ ഒരു മൗലിദ് ആഘോഷിച്ചില്ല. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം മക്രൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം, ഇതിൽ രണ്ടിലൊന്നാകാനാ തരുള്ളത്. ഇനി ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്വയും ഇമാം സുയൂത്തി തന്റെ ലാവീലിൽ വത്താവയിൽ ഉദ്ധരിക്കുന്നുണ്ട്, അതേ മൗലിദിന്റെ അതേ ഭാഗത്ത്. അതെങ്ങനെ? സുഹൈല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ഹർ, ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനായ ശൈഖ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു അന്നമലിൽ മൗലിദി, മൗലിദിന്റെ അടിസ്ഥാനത്തെ കുറിച്ച്. വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം മറുപടി നൽകി. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അടിസ്ഥാനം തന്നെ അനാചാരമാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, 3-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരൊറ്റ പണ്ഡിതനും അത് പുണ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഞങ്ങൾക്ക് കയ്യിലുള്ള മറുപടി. കേട്ടല്ലോ, ഇതാണ് ഞങ്ങൾക്ക് മറുപടി. ഞാൻ പോയി. പക്ഷേ അയാൾ വായിച്ച കിതാബ് ഏതാണെന്നറിയോ? അൽ ഹാവീലിൽ ഫതാവ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ കട്ട് വായിച്ച. അതാ വിഷയം. എന്തിനാണ് അത് ചെയ്യേണ്ട ആവശ്യം?
എന്താണ് ഈ സത്യം തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനങ്ങൾ നന്നായി പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ്, അത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ അല്ല, അനാചാരങ്ങൾ അധിഷ്ഠിതമായി ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഒരു കാര്യത്തിലും കൊണ്ടുവരാൻ പാടില്ല. അത് മൗലിദിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും അത് ചെയ്യാൻ പാടില്ല. ആ സംഗതികളെ കുറിച്ച് പറയുന്നു എന്നല്ലാതെ മൗലിദിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയോ ഇമാം സുയൂത്തി തങ്ങൾ? ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താക്കപ്പെടും ഇൽഹാറു ശുക്രി ബി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ട് സന്തോഷ പ്രകടനം നടത്തൽ, നന്ദി പ്രകടനം നടത്തൽ നമുക്ക് സുന്നത്താട്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്യാത്ത ആളാണെന്നല്ലേ നമ്മുടെ വിശ്വാസം. എന്നാൽ ഇവര് സൽസബിയിൽ എഴുതി വെച്ച് തെറ്റ് ചെയ്യുന്ന ആളാണെന്നല്ലേ. ആ എഴുതി വെച്ച ഉമർ മൗലവിന്റെ മൗലിദാണിത്. അതിൽ പറയുന്നതോ ഞങ്ങളെ നേതാവുണ്ടല്ലോ അവസാന ശ്വാസമങ്ങ് വലിച്ചു, ഈ നാട് വിട്ടുപോയി. പക്ഷേ ഒരൊറ്റ ന്യൂനതയും അദ്ദേഹത്തിനിക്കില്ല, എല്ലാ തെറ്റിൽ നിന്നും പരിശുദ്ധനാണ് കേട്ടോ. നേതാവ് പാപസുരക്ഷിതൻ. അരി റസൂലുള്ളാഹി തങ്ങൾ തെറ്റ് ചെയ്ത ആളാണെന്ന് എഴുതി വെച്ച നേതാവ് പാപസുരക്ഷിതൻ. ഈ നിലയ്ക്ക് അറബിയിൽ മൗലിദ്, നിങ്ങൾക്കത് പറഞ്ഞിട്ട് തിരിയുന്നില്ലെങ്കിൽ കേട്ടോ, അദ്ദേഹത്തിന്റെ മൗലിദാണ് മലയാളത്തിൽ മാല. സ്വർഗത്തിലേക്ക് കുതിച്ച ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഓ പരിശുദ്ധ ശരീരമേ, ഓ ചേതന. ഹോ എന്നതിലേക്ക് രണ്ടർത്ഥമുണ്ട്, ഡിക്ഷണറി നോക്കണ്ടി. അതിന് വിളിക്കും ഹോ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഹോ ചേതന, ഓ ശരീരമേ. മരിച്ച ഉമർ മൗലവിയെ വിളിക്കാനും മൗലവിമാര് എന്നിട്ട് സ്വർഗത്തിലേക്ക് കുതിച്ചില്ലേനാ. എന്നാൽ വിചിന്തനത്തിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ? അവരുടെ വിചിന്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഏത് നല്ല മനുഷ്യനാണെങ്കിലും മരിച്ചാൽ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. എന്നിട്ടോ നേതാവ് മരിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് കുതിച്ചോലോ. ഇവര് പിന്നാലെ അങ്ങ് പോയി അവിടെ ആക്കി കൊടുത്തിട്ട് പോകുന്നതായില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തേ എന്നങ്ങൾ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അതിൽ മൗലിദങ്ങ് അതിരുവിട്ടു. അതാരസം കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന് ആ ദുഃഖം ശ്രവിക്കയാൽ. അത് പരിചിട്ടു അങ്ങനെയുണ്ടല്ലോ ചിലത് നിർത്താതാണ് പോയ മാതിരി. അത് സംഗതി നിങ്ങൾ വലിയ കാര്യപ്പെട്ട നേതാവാണ്, പക്ഷെ രണ്ടാമനില്ല. എല്ലാ വിശേഷണങ്ങളിലും നിങ്ങൾ മറ്റൊരാളോട് തുല്യമാകുന്നില്ല. എന്നാൽ മൗലിദിൽ നമ്മൾ പറയുന്നു അന്ത മുൻസീനാഗദ മിൻ ശഫാഅതിക സഫ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ആരുണ്ട് നബിയേ? തുല്യനായി ആരുമില്ല, രണ്ടാമനില്ല. ഇതാരും സമ്മതിക്കുന്നതാണ്, ഖുർആൻ സമ്മതിച്ചതാണ്. അതുല്ലദി ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസും ഫനവീറുഹു ലാ യൂജദു ഖാലത് മലായികതു സമാഇ ബിഅസ്രിഹിം വുലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. റസൂലുള്ളാഹിക്ക് തുല്യമായി ലോകത്തൊരാളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അതിന് തുല്യമായ ഒരു കുഞ്ഞിനെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. രണ്ടാമനില്ലാത്ത ആളാണ് റസൂലുള്ളാഹി തങ്ങൾ. എല്ലാ വിശേഷണങ്ങളിലും അതുല്യ വ്യക്തിത്വമാണ്. ഇത് പറഞ്ഞപ്പോ ശിർക്ക്. എന്നാലോ സ്വന്തം നേതാവ് ഉമർ മൗലവി അത് രണ്ടാമനില്ലാത്ത അതുല്യനായ വ്യക്തിത്വമാണെന്ന് പറഞ്ഞാലോ ചൊർക്ക്. അടോ രണ്ടും വ്യത്യാസം കണ്ടോ നിങ്ങൾ? മായില്ല നിൻ വാക്കിൻ ധോരണിയാൽ മതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരിവർ. തന്റെ മതം കല്ലും നെല്ലൊക്കെ നീക്കിയിട്ട് നന്നായി സ്വീകരിച്ചവരാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അങ്ങനെയാണെങ്കിൽ തൊപ്പി ധരിച്ചിട്ടില്ല അതുകൊണ്ട് കൂലില്ല എന്ന് പറയരുത്. ഉമർ മൗലവി സെൽസബിയിൽ എഴുതി വെച്ചത് സുന്നത്താണെന്നാ. കല്ലും നെല്ലാണ് നീക്കാൻ മതിയോ? നീക്കിപ്പോ നീങ്ങി പോയിണ്ടാവും അല്ലേ? അല്ലാത്തൊരു നീക്കലായി പോയി.
എന്നാ കേട്ടോ, മുള്ളുകൾ താണ്ടി തെളിയിച്ച പാതയ്ക്കു സൽസബീലെന്ന പേരെത്രേ മഹത്തരം. കുഴപ്പമില്ല. പള്ളികൾ സംസ്കാര കേന്ദ്രങ്ങൾ തീർത്തു നീ ശാശ്വത നാമമായി മണ്ണിലും വിണ്ണിലും. സംഗതി നല്ല ഒരു ജീവിതം നയിച്ചപ്പോ ആകാശഭൂമികളിൽ അയുടെ പ്രശംസയും പ്രശസ്തിയും നിറഞ്ഞിരിക്കാണ്. എന്നാ മൊയ്യത്തിമാലയിലിട്ടൊരു വരി നിങ്ങൾക്കറിയോ? ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം തീരയുള്ളോവർ. എന്താ വിഷയോ? ന്റെ മഹത്വവും പ്രശസ്തിയും ആകാശഭൂമികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മൊയ്യദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞാൽ, മാലയിൽ പറഞ്ഞാൽ അത് തെറ്റ്. ഉമർ മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. സ്ത്രീധനായിട്ട് ഇങ്ങോട്ട് കിട്ടിയമായി ആ കേരളം. പരശുരാമൻ മഴ എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത് എന്നാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത്. നമ്മളതിനെതിരല്ല, അവരെന്ത് വിശ്വസിക്കട്ടെ, ഇന്ത്യ രാജ്യല്ലേ. ഏതായിരുന്നാലും ആ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷെ അത് കഥയാണ്, കെട്ടുകഥയാണെന്നാ പറയുന്നത്. മറിച്ച് ഉമർ മൗലവി കാരണമായിട്ടാണ് ഓരോ കേരളം ഉണ്ടായത്. നല്ല കോളായിപ്പോയി. എന്തേ പറ്റിയത് എന്നാ? പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്ര. നിങ്ങൾ ആലോചിക്കണം, ഒരാളെയും ആശ്രയിക്കാതെ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും? ഇത് അള്ളാന്റെ സ്വഭാവമാണ്. അള്ളാഹുസ്വമതി, അള്ളാഹുവാണ് പരാശ്രയം കൂടാതെയുള്ള ഉടമസ്ഥൻ. ഒന്നിലേക്കും ആശ്രയിക്കേണ്ട ആവശ്യം അള്ളാഹില്ല. എന്നാൽ നമ്മൾ ഉമർ മൗലവിയും സംഗതി അങ്ങനെ തന്നെ എവിടെത്തി? റസൂലുള്ളാഹിന്റെ അപ്പുറത്തുനിന്ന് വിട്ട് അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി ഫാസ്റ്റ് പാസഞ്ചറായി പോയി. ഇല്ലോ, നല്ല പോക്കാ പോയത്. അള്ളാഹുവിനെത്തിയിട്ടിട്ട് പോ. പക്ഷെ ഒരു കറാമത്താണ്, പൈസ ഇല്ലാതെ വിഷമിച്ചത് എത്രയോ. പൈസ എടുക്കാൻ യാത്ര പോയാലും പിന്നെ അങ്ങനല്ലേ. പിന്നെ അങ്ങനെ പോയിട്ട് വെൽക്ക മനസ്സേ നീ ശാന്തമായി പോകുന്നിൽ അതിന്റെ അടുക്കലേക്കെന്നേക്കുമായി നീ ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. മറ്റൊരു കറാമത്താ, തന്റെ ജീവിതത്തിൽ ഒരുപാട് ഡോക്ടർമാരും ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഇതൊക്കെ മൂപ്പര് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. തിരിഞ്ഞു സംഗതി. സ്വർലോകം കൈക്കുള്ളിയിലാക്കി ജീവിക്കേവേ എങ്ങനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ. സ്വർലോകം കൈക്കുള്ളിലാക്കി വെച്ചോലോ. അത് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ കഠിന ശിർക്ക. എന്തേ കാരണം? മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞല്ലോ, ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ ഭൂമി ആതൊക്കെയും ഒരു ചൂവേടെന്നോവർ. ഓ, ഭൂമി ഇങ്ങനെ എന്താ മറ്റേ കായപ്പാ നോക്കിയില്ല ഒരാള്. തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ള സ്വർലോകം കൈക്കുള്ളിലാക്കിയത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാട്ടി കഷ്ടാണ്. ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം അന്ന് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ആ സാധനാണ് ആര്? ഉമർ മൗലവി കയ്യിനുള്ളിലാക്കിയിട്ടുള്ളതെങ്കിൽ ഏറ്റവും ചെറിയ സാധനല്ലേ ഭൂമി. അത് ഏതായാലും കയ്യിനുള്ളിലാക്കല്ലോ. മുഹ്യിദ്ദീൻ ശൈഖിനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നിലയ്ക്ക് സ്വന്തം നേതാക്കളെ പുകഴ്ത്തി പറയുന്നതിലും പരിധി വിടുന്നതിലും ഒരു കുഴപ്പമില്ല. അതേസമയം മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ തെറ്റ്. എന്താണെന്നറിയോ? മുഹ്യിദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് അൽമനാറിൽ എഴുതി വെച്ചത് എന്താണ്? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായനമാ. ശ്രീശങ്കരാചാര്യരുടെ തത്വം തലക്ക് പിടിച്ചയാളാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ശ്രീശങ്കരാചാര്യർക്ക് എപ്പോഴും നാരായണനെ കുറിച്ചുള്ള ചിന്തയാണ്. അത് നമ്മൾ വിമർശിക്കല്ല, മറ്റൊരു മതക്കാരനെ വിമർശിക്കല്ലത്. പക്ഷേ ആ ഒരാശയം നമ്മുടെ മഹാന്മാരുടെ പേരിൽ വെച്ചുകെട്ടുന്നത് ശരിയല്ല. അത് മറ്റൊരു മതമല്ലേ. അത് ആ മതത്തിന്റെ നിയമങ്ങളനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ. അതല്ല പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ത് കാണുകയാണെങ്കിലും നാരായണന്റെ പ്രതിമ, എന്ത് കേൾക്കുകയാണെങ്കിലും നാരായണ സംബന്ധിച്ചുള്ള മഹത്വങ്ങൾ, എപ്പോൾ ദിക്ർ ചൊല്ലുകയാണെങ്കിലും നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. വല്ലാത്ത
ദിക്ർ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ദിക്റ് ഈ നിലയ്ക്ക് മഹാന്മാരായ സ്വാലിഹികളെ പരിഹസിക്കാൻ സമയം കണ്ടെത്തുകയും പുസ്തകങ്ങളിൽ ഒരിടം സ്വീകരിക്കുകയും ചെയ്ത ഈ ദുഷിച്ച സ്വഭാവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്ത കാലത്തോളം മനസ്സിൽ ഈമാൻ ഉണ്ടാവുകയില്ല, തഖ്വ ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോന്നിട്ട് തൂകുന്നിതാക്കരൽ വിങ്ങട്ടെ ഇന്നു നിൻ സ്മരണക്ക് മുന്നിലായി രണ്ടിച്ചു കണ്ണുനീർ. ഇനി ബഹുമാനപ്പെട്ട നേതാവ് ഉമർ മൗലവിയെ സ്മരിച്ച് കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുഴപ്പമില്ലല്ലേ? ബഹുമാനപ്പെട്ട വെളിയങ്കോട്ടുകാരൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനായ നേതാവ് ഔവാ ശരീഫിൽ ചെന്ന് റസൂലുള്ളാഹിനെ സ്മരിച്ചങ്ങ് കരഞ്ഞപ്പോൾ, കരഞ്ഞി പദ്യമങ്ങ് ആലപിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് നാഴികക്ക് 40 പ്രാവശ്യം വിളിച്ചു തൂക്കി പ്രസംഗിക്കാൻ ഒരു വിരോധവുമില്ല. എന്തുകൊണ്ട്? നേതാവനെ വിചാരിച്ചല്ലേ കരഞ്ഞത്. പക്ഷേ അത് കരഞ്ഞതൊരിക്കലും ശരിയല്ല. കരയാണെങ്കിൽ രണ്ടിച്ച് കണ്ണുനീരൊഴിക്കാൻ പറ്റിയ ഒരാളുണ്ട് ഇവിടെ. അതാരാണ്? ഉമർ മൗലവി. ഈ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേതാക്കൾ വിമർശിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇത് നോക്ക് നിങ്ങൾ. ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറയുന്ന മക്കയിലെ അവരുടെ നേതാവും മുഫ്തിയുമായിരുന്ന അവരുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായി അവർ പുകഴ്ത്തിയാളാണ്. മാത ശൈഖുൽ ഉലമാ, അയാളുടെ മൗലിദാണ് ഈ കാണുന്നത്. ജാസിം ബിൻ മുഹമ്മദ് ബിൻ മുഹൽഹൽ അൽ യാസീൻ, ഇയാളാണ് എഴുതിയിട്ടുള്ളത്. 1999 മെയ് 18 സൗദി അറേബ്യയിലെ അൽ മുജ്തമഅ മാഗസിനിൽ ഇബ്നു ബാസിന്റെ മൗലിദാട് അഗ്ര വലിയ പ്രശംസയങ്ങ് പറയുന്നു. പറയുന്നു കഴിഞ്ഞിട്ട് റഹലുൽ ആലിമുൽ ഇമാമുൽ ഹുമാമു ഫസലാമും മിനൽ ഇലാഹി സലാമു ശമിലൽ ഹുസൈന വൽ അസകുല്ലു ഖൽബി വഅനിൽ വസ്ഫി കല്ലതിൽ അഫ്ഹാമു. നിങ്ങളെ പ്രശംസിക്കാൻ ഇവിടെ ഹൃദയങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, തളരുന്നു. ഒരിക്കലും നിങ്ങളെ പ്രശംസിക്കാൻ സാധ്യമല്ല. ഈ നിലയ്ക്ക് സ്വന്തം നേതാക്കളുടെ മഹത്വം പറയുന്നു. നമ്മൾ പറഞ്ഞു, ലോകത്ത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുക്കയും നടക്കുന്ന നബിദിനാഘോഷമാണ്. റസൂലുള്ളാഹിന്റെ മഹത്വം പറയലാണിത്. അത് പറഞ്ഞപ്പോ അവര് ജനങ്ങളെ കൊണ്ട് കബളിപ്പിച്ച് അറബ് നാട്ടിലില്ല എന്നാ നിങ്ങൾ അതൊന്ന് കേട്ടോ. പല സ്ഥലങ്ങളിലുള്ളത് ചുരുങ്ങിയ ഭാഗം മാത്രം കേട്ടോ. مكحلا في خلع الوقار والمهابة يجلى ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى بنور كالشمس بل هو يا رسول الله يا حبيب الله سلام عليك.
صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه يا النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه الله 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 ചില രാഷ്ട്രങ്ങളിലുള്ള ചില പ്രദേശങ്ങളിലുള്ള മൗലിദ് സദസ്സുകളാണ് നിങ്ങൾ കണ്ടത്. ഇനി കബളിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഭാഗമുണ്ട്, അതാണ് ഇനി കാണാൻ പോകുന്നത്. അതെന്തിനു വേണ്ടിയാ കാണിച്ചു വരുന്നത് അറിയോ? കണ്ടാസ്വദിക്കാനല്ല, മറിച്ച് ഈ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മറുപടിയും സുന്നി പണ്ഡിതന്മാര് എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ പല അനാചാരങ്ങളും നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമുക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം. അവിടെ കിടക്കുന്ന മഹാന്മാരെ ചീത്ത പറയുകയില്ല, പക്ഷേ അവർക്ക് താല്പര്യമില്ലാത്ത, ഇസ്ലാം അനുവദിക്കാത്ത പല വേണ്ടാവൃത്തികളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഇതാണ് ഈ സുന്നികളുടെ സ്വഭാവമെന്നും മുസ്ലിമീങ്ങളുടെ സ്വഭാവമെന്നും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരുടെ സ്വഭാവമെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഭാഗം കാണിക്കുകയാണ്. എന്നിട്ടോ ആ മൗലവി അബ്ദുറഹ്മാൻ അൻസാരി എന്നാണ് അയാളുടെ പേര്. ആ മനുഷ്യൻ അയാൾ പ്രസംഗിക്കുന്ന സമയം, ജനങ്ങളോട് തെളിവ് പറയേണ്ട സമയം, സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയം കബളിപ്പിക്കാനാണ് സമയം കണ്ടെത്തുന്നത്. എന്നിട്ട് അയാൾ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു വ്യക്തി കിടന്നുകൊണ്ട് ഉരുണ്ടുമറയുന്ന ശയനപ്രദക്ഷിണം അത് കാണിച്ചുകൊണ്ട് പറയാണ്, ഒരു ഒറിജിനൽ സുന്നിയായ മനുഷ്യൻ, ഉറച്ച സുന്നിയായ മനുഷ്യനാണത് ചെയ്യുന്നതെന്ന് പറയുന്നു. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിയും, ഭ്രാന്തനായ മനുഷ്യനാണ്. അത് പല സ്ഥലങ്ങളിലുമുണ്ടല്ലോ. ഭ്രാന്തന്മാര് ചെയ്യുന്നത് ദീനിൽ തെളിവാണോ? എന്നിട്ട് കബളിപ്പിക്കുന്ന രംഗം നിങ്ങൾക്കൊന്ന് കാണാം. ഒന്ന് കാണിച്ചു കൊടുക്കും. ശയനപ്രദക്ഷിണം, അതാണ് നിങ്ങളാ കാണുന്നത്. ഉറച്ച സുന്നിയായിക്കൊണ്ട് സുജൂദ് ചെയ്താലും തവാഫ് ചെയ്താലും അതേപോലെ പ്രാർത്ഥിച്ചാലും പൂവുമായി പോയാലും ഉത്സവ കുഴപ്പമില്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സുന്നികൾ പ്രചരിപ്പിക്കുന്ന, ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്നിട്ട് ആ കിടന്ന് ഉരുണ്ടു പറയുന്ന, നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ? ഏതെങ്കിലും മഖബറയിൽ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ടു പറയാറുണ്ടോ? അതിന്റെ മണ്ണിൽ കിടന്ന് ഉരുണ്ടു പറയാറുണ്ടോ? കാരണം ഡ്രസ്സിൽ ഒരു ചെറിയ ചലി വന്നാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അത് കഴുകും. ആ നിലക്ക് ശുചീകരണം ആഗ്രഹിക്കുന്ന ആളുകളാണ്, വൃത്തി ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നിട്ട് കിടന്ന് ഉരുണ്ടു പറയുന്ന മനുഷ്യരെ ചൂണ്ടിയിട്ട് പറയുന്നു, ഉറച്ച സുന്നിയായ മനുഷ്യൻ പേര് കേട്ടപ്പോ തോന്നിപ്പോകും വലിയ സമസ്തയിലെ നേതാക്കളാണെന്ന്.
അത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണെന്ന് തോന്നിപ്പോകും, ഇമാമികളാണെന്ന് തോന്നിപ്പോകും. എന്നിട്ട് കബളിപ്പിക്കുകയാണ്. അവൻ ഉറച്ച സുന്നിയാണെന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞവന്റെ ഉറപ്പ് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമീങ്ങളെ. ഈ ഒരു അനാചാരം ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുതെന്ന് എല്ലാവരും പറയുന്നതാണ്. ഒരു തോന്നിവാസവും ചെയ്യരുത്. പക്ഷേ ഭ്രാന്തന്മാര് പലതും ചെയ്യും. അവരിന് എന്ത് ചെയ്താലും അവർക്ക് ഒരിക്കലും തെറ്റില്ല, കുറ്റമില്ല. കാരണം അവർക്ക് ഇസ്ലാമിലെ തക്ലീഫ് തന്നെയില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിന് ഒരു ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ഇതാ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ നേരെ പ്രസംഗിക്കുന്ന പാവപ്പെട്ട നമ്മൾ, ആ രംഗത്ത് അതിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ പേരിൽ ഭീകരവാദം കെട്ടിവെച്ചാൽ അത് വേദനയല്ലേ? ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന് കള്ളത്തരീക്കത്തിന്റെ ശേഷന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിലൂടെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനമെടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിൽ മക്ബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരും വായിച്ചു പോയി. വലിയൊരു സഭയിൽ മുഴുക്കാത്ത് പറഞ്ഞത് വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരും വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മക്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മക്ബറകളിൽ നടക്കുന്ന ശറയിൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്നു ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് ഞങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങളവിടെ വാല് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ലാഞ്ഞിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? ഉറച്ച ഈമാൻ നമുക്കുണ്ടായിരിക്കണം. ഒരു നിലക്കും നമ്മുടെ ആദർശം നഷ്ടപ്പെടുത്താൻ പാടില്ല. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഹിദായത്തില്ലേ, ഈമാനില്ലേ? ആ ഈമാൻ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അർഹമുർറാഹിമായ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണം. പടച്ചവനെ, എന്റെ മനസ്സിന് നീ നൽകിയ ഈമാനില്ലേ, അതൊരിക്കലും ഒരാൾ പറയുന്ന ആദർശത്തിന്റെ എതിരുള്ള വാക്ക് കേട്ടിട്ടും ആ ഈമാൻ നീ നശിപ്പിക്കരുത് അല്ലാഹ്. ആരെ മുമ്പിലും സത്യം തുറന്നു പറയാൻ കഴിയണം, അത് മറച്ചു വെക്കരുത്. അവനെ നന്നാക്കി എടുക്കണം. അവനെ തോന്നിവാസം പറഞ്ഞവനെ പായിപ്പിക്കുന്നതിന് പകരം അവനിക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്നാക്കിയെടുക്കണം. അല്ലാഹു നമുക്കതിനുള്ള കൂലി തരട്ടെ. ബഹുമാനപ്പെട്ട മാസിൻ ഇബ്നുൽ അലൂബ്, ഈ ബഹുമാനപ്പെട്ട മഹാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി അദ്ദേഹം ഒരു വിഗ്രഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുവിൽ നിന്ന് ഒരു പ്രത്യേകമായ ശബ്ദം കേൾക്കുന്നു. യാ മാസിൻ ഇസ്മൽ തുസിർ ലഹറ ഖൈറും വബതന ശർറ് നബിയും മിൻ മുളർ ബിദീനില്ലാഹിൽ അക്ബർ ഫദഅന ഹീതം മിൻ ഹജർ തസ്ലം മിൻ ഹർജ് സഖർ. ഓ മാസിനെ, നീ നന്നായി കേട്ടോ. നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം പറയാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുമായി മുളർ ഗോത്രത്തിൽ നിന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്.
അങ്ങനെ 2-3 തവണ ഇതങ്ങ് കേൾക്കാൻ തുടങ്ങുന്നു. ഹിജാസിൽ നിന്നൊരാൾ വന്നപ്പോ ചോദിക്കാട് വല്ല വിവരങ്ങളും പുതിയതായി പറയാനുണ്ടോ? ഉണ്ട് മോനെ, മക്കയിലതാ അഹ്മദ് എന്ന പേരുള്ള ഒരു മഹാൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളോട് പറയുന്നു, അജീബോ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ മഹാന് നിങ്ങൾ ഉത്തരം കൊടുക്കൂ. ഞാൻ അല്ലാഹു പറഞ്ഞയച്ച ദൂതനാട്, അല്ലാഹുവിൽ വിശ്വസിച്ചോളണം, അവനെ അനുസരിച്ചോളണം, ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെതിരെയും തീവ്രവാദമായി രംഗത്തിറങ്ങുന്നില്ല. എല്ലാവരും നന്നാകണമെന്ന ലക്ഷ്യപാട്. ഇതങ്ങ് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ഖൈർ പടച്ച തമ്പുരാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ അദ്ദേഹം വാഹനത്തിൽ കയറുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചൊല്ലുകയാണ്. നബി തങ്ങളെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നിംറുഉൻ മൂലിഉൻ ബിത്തറബി വബിൽ ഹലൂകി മിനൻ നിസാഇ വസുർബിൽ ഖംരി. ഞാൻ കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ദുഷിച്ച മനുഷ്യനാണ് നബിയേ. എനിക്കിന്നേ വരെ ഒരു സന്താനമുണ്ടായിട്ടില്ല. എന്റെ നാട്ടിൽ ക്ഷാമം നേരിട്ടതിന്റെ ഫലമായി ഞാൻ വളരെ വലിയ അപകടത്തിലാണ്. എന്റെ മുതലൊരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നബി തങ്ങളല്ലേ പരിഹാരത്തിന് അർഹതപ്പെട്ട നേതാവ്. നബി തങ്ങൾ ഉടനെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ അബ്ദിൽഹു ബിത്തറബി ഖിറാഅത്തുൽ ഖുർആൻ വബിൽ ഹറാമി അൽ ഹലാൽ വബിൽ ഇസ്മി വബിൽ ലിഹരി ഇസ്ഫതൻ വആതിഹി ബിൽ ഹയാ വഹബ്ലുഹു വലദാ. അല്ലാഹുവേ, ആ മനുഷ്യന് വിനോദത്തിന് പകരമായി ഖുർആൻ ഓതാനുള്ള സൽബുദ്ധി നൽകണം റഹ്മാനേ. ഹറാമിന് പകരമായി ഹലാൽ നൽകണം റഹ്മാനേ. തെറ്റും കുറ്റവും വ്യഭിചാരവും ഒക്കെ ഒഴിവാക്കി ചാരിത്ര ശുദ്ധി നൽകണം റഹ്മാനേ. ജീവിതത്തിൽ ക്ഷേമാശ്ചര്യം നൽകണം റഹ്മാനേ. സന്താനത്തെ നൽകണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നു. ആ മനുഷ്യനതാ അതേ തന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച മുഴുവനും അല്ലാഹ് അദ്ദേഹത്തിന് നൽകുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സമീപത്ത് ചൊല്ലിയാണ്, ഇലൈക റസൂലുള്ളാഹി ഖബ്ബത് മസിയതി തജൂബുൽ ഫയാഫി മിൻ വമനാഇലൽ അർജി. തങ്ങളെ ദുആ കാരണമായി കിട്ടിയ നേട്ടമെന്താണ്? ഒമാൻ എന്ന പ്രദേശം മുതൽ അർജ് എന്ന പ്രദേശം വരെയുള്ള ക്ഷാമം പിടിച്ച സർവ്വഭൂമികളിലും ക്ഷേമാശ്ചര്യം വന്നിരിക്കുന്നു നബിയേ. അങ്ങയിലേക്ക് ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? നബിയേ, ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചരിക്കുന്ന ഈ മണൽ തരികൾ ചവിട്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഏറ്റവും ഖൈറായ നബിയേ, തങ്ങൾ എന്റെ സർവ്വകാര്യങ്ങളിലും അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഒരുപാട് തെറ്റ് ചെയ്ത പാപിയാണ് ഞാൻ. നബി തങ്ങൾ നേരിട്ട് അല്ലാഹുവിനോടൊന്ന് പറയണം. കാരണം അല്ലാഹുമായി വലിയ അടുപ്പമുള്ള സാമീപ്യമുള്ള നേതാവല്ലേ. തങ്ങൾ പറഞ്ഞാൽ എന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നതാണ്.
ഈ മനുഷ്യൻ വിശ്വാസത്തോടുകൂടിയാണ് വീട്ടിലേക്ക് തിരിക്കുന്നത്. കുടുംബം മുഴുവനും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണടാ. നീ വിശ്വാസിയായോ? അയാള് പറയുന്നു, പടച്ച തമ്പുരാനെ തന്നെ സത്യം, എനിക്ക് നൽകപ്പെട്ട ഈമാൻ ഒരാളെ മുമ്പിലും ഞാൻ പണയം വെക്കില്ല. ഈ ആദർശത്തിൽ നിന്ന് ഞാൻ വിടില്ല. റസൂലുള്ള പഠിപ്പിച്ച ആശയം ഞാൻ വർജിക്കുകയില്ല. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, പാവങ്ങളായ ഞങ്ങൾക്കും ആ നിലക്കുള്ള ഈമാൻ നീ നൽകണം. വളരെ തുച്ഛമായ കാലഘട്ടമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത്. ഗ്യാരണ്ടിയില്ലാത്ത പാവപ്പെട്ട അടിമകൾ. എപ്പോഴാണ് നിന്റെ വിളിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഏത് രൂപത്തിലാണ് മരിക്കുകയെന്നറിയില്ല. ഞങ്ങൾ മരിക്കുന്ന സമയം വരെ, ആ സമയത്തിൽ വരെ ഞങ്ങളുടെ ഈമാൻ നീ നിലനിർത്തണം റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ